സോ ജപ്പാൻ വേഴ്സസ് സ്വീഡൻ മാച്ചിൽ ജപ്പാനും സ്വീഡനും 1-1 സ്കോറിന് ഡ്രോ ആയി. ആ ഒരു ഗ്രൂപ്പിലെ, അതായത് ഹോളണ്ട്, ജപ്പാൻ, സ്വീഡൻ, ഈ ഒരു 3 ഗ്രൂപ്പിലെ സെക്കൻഡ് പ്ലേസിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അത് വേറെ ഒന്നുമല്ല, ആ സെക്കൻഡ് സ്പേസിലുള്ള ആളാണ് ബ്രസീലിൻ്റെ ഒപ്പോണൻ്റ് എന്ന് പറഞ്ഞത്. ദാറ്റ് വിൽ ബി എ ടൈറ്റ് മാച്ച്. എല്ലാവരും പ്രെഡിക്റ്റ് ചെയ്ത കാര്യം ജപ്പാൻ ആയിരിക്കും എന്നുള്ളതാണ്. കാരണം വേറെ ഒന്നുമല്ല, ജപ്പാൻ നമുക്കറിയാം, ദേ ആർ എ സ്ട്രോങ് ടീം. ഓക്കെ, അപ്പോൾ ഈ ഒരു ജപ്പാൻ വേഴ്സസ് സ്വീഡൻ മാച്ചിൽ ആരായിരിക്കും ജയിക്കുന്നത്? അവന്മാരായിരിക്കും ബ്രസീലിൻ്റെ ഒപ്പോണൻ്റ് ആയിരുന്നു നമ്മുടെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. ഹോളണ്ടിന് വരാൻ ചാൻസ് ഉണ്ട്, പക്ഷേ ഹോളണ്ടിൻ്റെ ഒപ്പോണൻ്റ് എന്ന് പറയുന്നത് തുനീഷ്യയാണ്. തുനീഷ്യ ആയതുകൊണ്ട് തന്നെ അവന്മാരെ ഹോളണ്ട് എന്തായാലും പൊട്ടിക്കും, പരാജയപ്പെടുത്തും എന്നുള്ളതിൻ്റെ ഒരു വിശ്വാസം. അത് നടന്നു. 3-1 സ്കോറിന് ഹോളണ്ട് തുനീഷ്യനെ പരാജയപ്പെടുത്തി. സോ ഹോളണ്ട് ഈസ് ദ ഗ്രൂപ്പ് ചാമ്പ്യൻസ്. ഓക്കെ, ആ ഒരു ഗ്രൂപ്പിലെ ഗ്രൂപ്പ് ചാമ്പ്യൻസ് അവരാണ്. സോ അവരല്ല ബ്രസീലിൻ്റെ ഒപ്പോണൻ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് പ്ലേസിലായിരിക്കും ജപ്പാൻ വേഴ്സസ് സ്വീഡൻ മാച്ച് നടന്നു. ആ ഒരു മാച്ച് ഞാൻ കണ്ടു. ഫസ്റ്റ് ഹാഫിൽ കംപ്ലീറ്റ് ജപ്പാൻ്റെ ഡോമിനേഷൻ ആയിരുന്നു ഫസ്റ്റ് ഹാഫിൽ. പക്ഷേ രണ്ട് ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും ഗോൾ സ്കോർ ചെയ്തിട്ടില്ല. അലക്സാണ്ടർ ഇസാക്കും ഗ്യോക്കരീസും പിന്നെ അതുപോലെ അവരൊക്കെ ട്രൈ ചെയ്തു, പക്ഷേ ഗോളായില്ല. ജപ്പാൻ്റെ പ്രത്യേകിച്ച് നോൺ പ്ലേയേഴ്സ് ഒന്നും ഇല്ല അവിടെ. ഓക്കെ, നോൺ പേഴ്സൺസ് ഒന്നുമില്ല, നോൺ പ്ലേയേഴ്സ് ഒന്നുമില്ല. ഒക്കെ അവർ ആ ഒരു ജാപ്പാനീസ് ലീഗിൽ കളിക്കുന്ന പ്ലേയേഴ്സാണ്. സോ പക്ഷേ അവർ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ടീമാണ്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. സെക്കൻഡ് ഹാഫ് തുടക്കത്തിൽ തന്നെ ജപ്പാൻ്റെ ഒരു പ്ലെയർ ഒരു ത്രൂ ബോളിന് അവരൊരു ഗോൾ സ്കോർ ചെയ്തു. സോ 1-0 എന്നുള്ള സ്കോറിന് ജപ്പാന് മുന്നിലെത്തി. അവിടെ ജപ്പാൻ മുന്നിലെത്തിയാലും അവർക്ക് ഹോളണ്ടിനെ മറികടക്കാൻ പറ്റില്ല. 7-7 എന്നുള്ള പോയിന്റ്സ് ആയിരുന്നു. അപ്പോൾ ജപ്പാൻ എന്ത് ചെയ്തു? മുന്നിലെത്തി. അത് കുറച്ച് നേരം കഴിഞ്ഞ് എലാങ്ങ ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ എലാങ്ങൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ഗോൾ, ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് ഒരു ബ്യൂട്ടിഫുൾ കേളിംഗ് ഗോൾ പുള്ളി ഗോൾ അടിച്ചു. പുള്ളി ഗോൾ സ്കോർ ചെയ്തു. അങ്ങനെ 1-1 സ്കോറിന് ഡ്രോ ആയി. സോ ആ ഒരു 1-1 സ്കോറിന് മാച്ച് അങ്ങനെ അവസാനിച്ചു. അതിൻ്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ സ്വീഡൻ നല്ലപോലെ ട്രൈ ചെയ്തിട്ടുണ്ട് ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെയെങ്കിലും അവർ സമനിലയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തേർഡ് പൊസിഷനിൽ നിൽക്കും. തേർഡ് പൊസിഷനിലെ ബെസ്റ്റ് 8 മാത്രമേ റൗണ്ട് ഓഫ് 32 ക്വാളിഫൈ ആവാൻ പറ്റൂ. സോ അതിൻ്റെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അവർക്ക്. ഇൻ കേസ് അവരെങ്ങാനും ബെസ്റ്റ് 8 വരില്ലേ, അല്ലെങ്കിൽ മാക്സിമം സെക്കൻഡ് പൊസിഷനിൽ നിന്ന് അവർ റൗണ്ട് ഓഫ് 32 അങ്ങോട്ട് സീൽ ചെയ്യുക, ആ ഒരു പരിപാടിയാണ് അവർ നോക്കിയത് മാക്സിമം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവർക്കത് പറ്റിയില്ല. എലാങ്കയും ഗ്യോക്കരീസും ഇസാക്കും കുറേ ട്രൈ ചെയ്തു. അവസാനം ഇസാക്കിൻ്റെ ഒരു കോർണറിൽ ഒരു ഹെഡൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒന്നും ഗോളായില്ല. നേരെ ജപ്പാൻ്റെ ഗോൾ കീപ്പറിൻ്റെ അടുത്തോട്ടായി പോയി, ഡയറക്റ്റ് പുള്ളിയുടെ ഫേസിലോട്ടായി വന്നത്. പുള്ളി സേവ് ചെയ്ത് കളയുകയും ചെയ്തു. അങ്ങനെ 1-1 ഡ്രോ ആയി. സെക്കൻഡ് പൊസിഷനിലുള്ളത് ജപ്പാനാണ്. ബ്രസീലിൻ്റെ ഒപ്പോണൻറ്റ് 2026 വേൾഡ് കപ്പിലെ റൗണ്ട് ഓഫ് 32 ഒപ്പോണൻറ്റ് പറയുന്നത് ജപ്പാനാണ്. ജപ്പാൻ വിൽ ഫേസ് ബ്രസീൽ. ഇത് ബ്രസീലിന് ഒരു ഇച്ചിരി ടൈറ്റ് മാച്ച് ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ എനിക്ക് തോന്നുന്നു പ്രീ ക്വാർട്ടറിൽ റൗണ്ട് ഓഫ് 16 ക്രൊയേഷ്യയും ജപ്പാനും ആയിരുന്നു വന്നിരുന്നത്. അതിൽ ക്രൊയേഷ്യ പെനാൽറ്റീസിലാണ് വിജയിച്ചത്. എന്നിട്ടാണ് പിന്നെ ആ ക്രൊയേഷ്യ ബ്രസീലിന് കിട്ടി. ബ്രസീലിനെ ക്രൊയേഷ്യ പരാജയപ്പെടുത്തി അവർ സെമിഫൈനലിലോട്ട് ക്വാളിഫൈ ആയത്. സോ ഇങ്ങനെയൊക്കെയാണ്. എന്തായാലും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം നെയ്മറിനും ടീമിനും, വിനീഷ്യസ് ജൂനിയർ നെയ്മറിനും ഈ ടീമിനും ബ്രസീലിന് ഈ ഒരു ജപ്പാൻ എന്ന് പറയുന്നത് അത്യാവശ്യം ടൈറ്റ് ആയിട്ടുള്ളൊരു മാച്ച് ആയിരിക്കും. അവർ വളരെ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. കാരണം വേറെ ഒന്നുമല്ല, ജപ്പാൻ ഈസ് എ വെരി സ്ട്രോങ് ടീം. അവർ അങ്ങനെ ടോപ്പ് 5 ലീഗിലൊന്നും കളിക്കുന്ന പ്ലേയേഴ്സ് ഇല്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ദേ ആർ വെരി സ്ട്രോങ് ടീം എന്ന് തന്നെയാണ്. കുറച്ച് മുമ്പ് ഫ്രണ്ട്ലീസ് ജപ്പാനെതിരെ കളിച്ച സമയത്ത് 3-2 എന്നുള്ള സ്കോറിന് ബ്രസീൽ പരാജയപ്പെട്ടൊക്കെയാണ്. നമുക്ക് ഓർമ്മയുണ്ട്, നോർത്ത് കൊറിയനായിട്ട് 5-0 എന്നുള്ള സ്കോറിന് വിജയിച്ച സമയത്ത് ജപ്പാനായിട്ട് 3-2 എന്നുള്ള സ്കോറിന് പരാജയപ്പെട്ടേക്കാം. ഫസ്റ്റ് ഹാഫിൽ 2 ഗോൾ സ്കോർ ചെയ്ത് ബ്രസീൽ മുന്നിലെത്തി. സെക്കൻഡ് ഹാഫിൽ 3 ഗോൾ കൺസീഡ് ചെയ്ത് ബ്രസീൽ പരാജയപ്പെട്ടു. ഓക്കെ, അങ്ങനത്തെ സിറ്റുവേഷൻ ഫ്രണ്ട്ലീസിൽ ഓൾറെഡി നടന്ന കാര്യം നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ജപ്പാനായിരിക്കും. പിന്നെ അതുപോലെ തന്നെ വേറൊരു റൗണ്ട് ഓഫ് 32 കുക്കിംഗ് ആയിട്ടുള്ളൊരു സാധനം വന്നിട്ടുണ്ട്. ഹോളണ്ട് വേഴ്സസ് മൊറോക്കോ. അതായത് ഈ ഗ്രൂപ്പിലെ വിന്നേഴ്സും ഗ്രൂപ്പ് സിയിലെ റണ്ണറപ്പ് എന്ന് പറയുന്നത് മൊറോക്കോയാണ്. സോ ഹോളണ്ട് വേഴ്സസ് മൊറോക്കോ, അതും ദാറ്റ് വിൽ ബി എ ടൈറ്റ് മാച്ച്. റൗണ്ട് ഓഫ് 32 ലിറ്ററലി തീ കൊണ്ട് എഴുതുകയല്ലേ. ബ്രസീൽ വേഴ്സസ് ജപ്പാൻ, ഹോളണ്ട് വേഴ്സസ് മൊറോക്കോ, അർജന്റീന വേഴ്സസ് സ്പെയിന് വരാൻ ചാൻസ് ഉണ്ട്. മേ ബി ഈ പോർച്ചുഗൽ വേഴ്സസ് കൊളംബിയ മാച്ച് തീരുമാനിച്ചു കഴിഞ്ഞാൽ പോർച്ചുഗലും പിന്നെ അതുപോലെ തന്നെ ഏതായിരുന്നു കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, പോർച്ചുഗൽ വേഴ്സസ് ഇംഗ്ലണ്ട് മാച്ച് വരാൻ ചാൻസ് ഉണ്ട്. മേ ബി അങ്ങനെയും വരാം. സോ റൗണ്ട് ഓഫ് 32 വിൽ ബി റൈറ്റിംഗ് ഓൺ ഫയേഴ്സിലായിരിക്കും അത് എഴുതി വെക്കുന്നത്. തീ കൊണ്ടാണ് അത് എഴുതുന്നതെന്നാണ് ലിറ്ററലി പറയുന്നത്. റൗണ്ട് ഓഫ് 32 തൊട്ട് ടൈറ്റ് മാച്ച് വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഗ്രൂപ്പ് സ്റ്റേജിൽ അത്രയധികം ഫയർ മാച്ചസ് ഒന്നും നമുക്ക് അധികം കിട്ടിയില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് റൗണ്ട് ഓഫ് 32 തൊട്ട് ഫയർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്നാണ് തുടങ്ങുന്നത്. ഇനി നെക്സ്റ്റ് മാച്ചസ് ഒക്കെ നമുക്ക് നോക്കാം എന്തായാലും. സോ കണ്ടൻസും കാര്യങ്ങളൊക്കെ, വേൾഡ് കപ്പിൻ്റെ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. താങ്ക് യു സോ മച്ച്.